വൈപ്പിശ്ശേരി അച്ഛന്റെ 50ാം ചരമവാർഷിക ദിനം കൂനമ്മാവ് സെയിന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ ആചരിച്ചു. കൂനമ്മാവ് സെയിന്റ് ഫിലോമിനാസ് ദേവാലയത്തിലെ വികാരിയായിരുന്ന പുണ്യശ്ലോകനായ ഫാദർ പോൾ വൈപ്പിശ്ശേരിയുടെ 50ാം ചരമവാർഷിക അനുസ്മരണവും ദിവ്യബലിയും ഓഗസ്റ്റ് 23-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5:30 വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കുകയും തുടർന്ന് കബറിടത്തിങ്കൽ പ്രാർത്ഥനയും വൈകിട്ട് 7 മണിക്ക് കൂനമ്മാവ് പാരിഷ് ഹാളിൽ അനുസ്മരണ യോഗവും നടത്തി. നമ്മുടെ ഈ ദേവാലയത്തിൽ ദീർഘനാള് അജപാലന ധർമ്മം നിർവഹിച്ച ശേഷം സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായ പുണ്യശ്ലോകനായ പോൾ വൈപ്പിശ്ശേരി അച്ഛൻ്റെ ചരമത്തിൻ്റെ 50ാം വാർഷികം നാം കൊണ്ടാടുകയാണ്. ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു. ബഹുമാനപ്പെട്ട പോൾ വൈപ്പിശ്ശേരി അച്ഛനെ കുറിച്ചുള്ള ധന്യമായ ഓർമ്മകൾ നമ്മുടെ ഈ ഇടവകയിൽ എന്നും ശക്തമായൊരു അനുഭവമായി നിലനിന്നിരുന്നു. പ്രാർത്ഥനയുടെയും പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും കുടുംബ സന്ദർശനത്തിൻ്റെയും ഉത്തമമായി ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗീയ യാത്ര ചെയ്ത പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പോൾ വൈപ്പിശ്ശേരി അച്ഛൻ്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അനുഭവപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഭക്തിപൂർവ്വം ഈ ബലി അർപ്പിക്കാം. ഇത്രയും പ്രിയങ്കരനായ പോൾ വൈപ്പിശ്ശേരി ഇതിനായ പരിശുദ്ധ മറിയത്തിൻ്റെ സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം ചേരുവാനിടയാക്കിയുള്ള വൈദികൻ നിത്യവിശ്രാന്തി പ്രദാനം ചെയ്തിട്ടുള്ളണമേ. ഈശ്വരന്റെ ആത്മാവ് മരിച്ചുപോയ മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും അങ്ങേ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിക്കാൻ അങ്ങ് തിരുവുള്ളമായ അങ്ങയുടെ ദാസൻ പോൾ വൈപ്പിശ്ശേരി അച്ഛൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. ഇദ്ദേഹത്തെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇദ്ദേഹത്തെയും ചേർത്ത് ഉയർപ്പിന്റെ മഹിമയിൽ പങ്കാളിയാക്കുകയും ചെയ്യണമേ. യോഗത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇലഞ്ഞിമറ്റം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അച്ഛൻ സേവനം ചെയ്ത എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും ആത്മീയമായ വലിയ അനുഗ്രഹമാണ് എല്ലായിടത്തും അദ്ദേഹം പകർന്നു നൽകിയതെന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് 50 വർഷങ്ങൾ കഴിയുമ്പോഴും ഇത്രയേറെ പേർ പങ്കെടുക്കുന്ന അനുസ്മരണ സമ്മേളനമൊക്കെ നടക്കുന്നത്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നിരവധിയായിട്ടുള്ള വ്യക്തികൾക്ക് വലിയ അനുഗ്രഹമായി നമ്മുടെ എല്ലാം മുൻപിൽ വലിയ ആത്മീയ ചേതസ്സായി വൈപ്പിശ്ശേരി അച്ഛൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഒരുപാട് പേർ നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ ഭേദമാകാനും നിരവധിയായിട്ടുള്ള ആശ്വാസം ലഭ്യമാക്കാനും ഒക്കെ ആയിട്ടുള്ള പ്രാർത്ഥനകളോടുകൂടി എല്ലാ ദിവസങ്ങളിലും വന്നു പോകുന്നതെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ അദ്ദേഹം ഒരു വലിയ പുണ്യവാളനായി മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മളെല്ലാം മനസ്സിലുള്ളത്. ഈ ദേവാലയത്തിൽ 9 വർഷക്കാലം അദ്ദേഹം സേവനം ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് വലിയ അനുഗ്രഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഏറ്റെടുത്തതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1966 മുതൽ 85 വരെയുള്ള 9 വർഷക്കാലം ഇപ്പോൾ കാണുന്ന പള്ളി ഉൾപ്പെടെ അതിന്റെ നിർമ്മാണത്തിലെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള ചൈതന്യവും നേതൃത്വവും കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ചർച്ചിനെയും അതുപോലെ അനുബന്ധമായിട്ടുള്ള ഈ മേഖലയിലുമൊക്കെ ഒരുപാട് വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. പ്രൊഫസർ കെ
KV തോമസ് മുഖ്യാതിഥിയായിരുന്നു. മഞ്ഞുമൽ പ്രൊവിൻഷ്യൽ റവറൻ ഫാദർ അഗസ്റ്റിൻ മുല്ലൂർ OCD അനുഗ്രഹ പ്രഭാഷണവും നടത്തി. മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ലൂയിസ്, റവറൻ ഫാദർ ആന്റണി കൊപ്പാണ്ടിശ്ശേരി, ജോസ് വൈപ്പിശ്ശേരി, അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പിള്ളി, അഡ്വക്കേറ്റ് ഷാരോൺ പനക്കൽ, AO ആന്റപ്പൻ, രാജു മുക്കത്ത്, ടോമി ചന്ദനപ്പറമ്പിൽ, ജോൺസൺ പുളിക്കൽ, ലോറൻസ് വേവുകാട് തുടങ്ങിയവർ സംസാരിച്ചു. ജാതി മതഭേദമന്യേ ദരിദ്രരെയും രോഗികളെയും അവസാനം വരെ അകമഴിഞ്ഞ് സഹായിച്ച വൈപ്പിശ്ശേരി അച്ഛൻ ഗോതുരത്ത്, പാലാരിവട്ടം, കാക്കനാട്, തുതിയൂർ, മതിലകം, തൈക്കൂടം, കൂനമ്മാവ് എന്നീ ഇടവകകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. 1975 ഓഗസ്റ്റ് 23 നിത്യസമ്മാനത്തിനായി പുണ്യശ്ലോകനായ പോൾ വൈപ്പിശ്ശേരി അച്ഛൻ യാത്രയായി. അനുസ്മരണ യോഗത്തിന് ശേഷം സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് മീഡിയ, വരാപ്പുഴ.